students, welcome back to Bosco Campus Vision. In the previous session, we were discussing the concept of capital asset pricing model and the calculation of expected return under CAPM. So in this session, we will look into the concept of lending and borrowing and the major limitations of capital asset pricing model. So as we know, one of the assumption of CAPM is that investors can lend and borrow unlimited amounts under risk-free rate of interest so that investors can construct new portfolios. സോ നമ്മൾ ഇന്നലെ CAPMൻ്റെ അസംഷൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ പറഞ്ഞ ഒരു മെയിൻ പോയിന്റ് ആണ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ലെൻഡ് ആൻഡ് ബോറോ അൺലിമിറ്റഡ് എമൗണ്ട്സ് അണ്ടർ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സോ ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ കൺസ്ട്രക്ട് ന്യൂ പോർട്ട്ഫോളിയോസ്. ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് ഫ്രീ റേറ്റിൽ അൺലിമിറ്റഡ് എമൗണ്ട് ലെൻഡ് ചെയ്യാനും ബോറോ ചെയ്യാനും സാധിക്കും. സോ അതുവഴി ഇൻവെസ്റ്റേഴ്സിന് പുതിയ പോർട്ട്ഫോളിയോസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയിൽ നമ്മൾ ഫീസിബിൾ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോ എന്നൊരു കൺസെപ്റ്റ് നോക്കിയിരുന്നു. അതായത് കുറേ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസിൽ നിന്നാണ് നമ്മൾ ബെറ്റർ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുന്നത്. സോ ഈ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ നമ്മൾ സ്പോട്ട് ചെയ്യുന്നത് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ നിന്നാണ്. സോ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറും ആ കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. സോ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ലൈ ചെയ്യുന്ന ആ ഒരു സ്പേസ് ആണ് നമ്മൾ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. സോ ഈ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത് റിസ്കി അസറ്റ്സിൻ്റെ ആണ്. ഒരു തരത്തിലുള്ള റിസ്ക് ഫ്രീ അസറ്റ്സ് ഇല്ല, കംപ്ലീറ്റ്ലി റിസ്കി ആയിട്ടുള്ള അസറ്റ്സിൻ്റെ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ആണ് നമ്മൾ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയിൽ ഡിസ്കസ് ചെയ്തത്. ബട്ട് വെൻ വി കം ടു CAPM മോഡൽ, ദ റിസ്ക് ഫ്രീ അസറ്റ്സ് ക്യാൻ ബി ആഡഡ് ആൻഡ് സബ്ട്രാക്റ്റഡ് ടു ദ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ. സോ നേരത്തെ ഫുള്ളി റിസ്കി ആയിട്ടുള്ള അസറ്റ്സിൻ്റെ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് ആയിരുന്നു. സോ അതിലേക്ക് നമുക്ക് റിസ്ക് ഫ്രീ അസറ്റ്സ് ആഡ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. And this can be done in two ways, that is lending and the second one is borrowing and lending. സോ റിസ്ക് ഫ്രീ അസറ്റ്സ് നമ്മുടെ റിസ്കി ആയിട്ടുള്ള അസറ്റ്സിൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് ആൻഡ് ലെൻഡിങ്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതാണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു ദ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ വിത്ത് റിസ്ക്ലെസ് ലെൻഡിങ്. The efficient frontier arising from a feasible set of portfolios of risky asset is concave. When an investor is assumed to use riskless lending and borrowing, the shape of the efficient frontier transforms to a straight line. സോ നമുക്കറിയാം മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയിൽ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺകേവ് ആയിരുന്നു. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ടോപ്പ് ലെഫ്റ്റ് കോർണറിലെ ആ നമ്മൾ നോർത്ത് വെസ്റ്റ് ബൗണ്ടറി എന്നൊക്കെ പറഞ്ഞ് അവിടെ ലൈ ചെയ്തിരുന്ന എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസിൻ്റെ ആ സ്പേസിനെയാണ് നമ്മൾ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞത്. സോ അതൊരു കോൺകേവ് ഷേപ്പായിരുന്നു. പക്ഷേ ഇവിടെ റിസ്ക് ഫ്രീ അസറ്റും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ കോൺകേവ് ഷേപ്പ് സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറും. സോ നേരത്തെ നമ്മൾ റിസ്ക് എടുക്കുന്നതനുസരിച്ച് നമുക്ക് റിട്ടേണും കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ റിസ്ക് ഫ്രീ അസറ്റ്സും കൂടി ആഡ് ചെയ്യുകയാണ്. സോ നമ്മൾ റിസ്ക് അധികം എടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ റിട്ടേണും റിസ്ക്കും ഒരേപോലെ കുറഞ്ഞു വരാം. So the concave shape of the efficient frontier automatically transforms to a straight line. That is because the investor may lend a part of his money at the riskless rate such that invest in the risk-free asset and invest the remaining portion of funds in the risky portfolio. So ഈ സ്ട്രെയിറ്റ് ലൈൻ ആവാനുള്ള കാരണം ഇതാണ്. ഹീ ലെൻഡ്സ് എ പാർട്ട് ഓഫ് ഹിസ് മണി അറ്റ് ദ റിസ്ക്ലെസ് റേറ്റ്. അതായത് റിസ്ക് ഫ്രീ അസറ്റിൽ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, ബാക്കി റിമൈനിങ് പോർഷൻ റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യും. And in such a case, the risk and return of the combined portfolio can be calculated as റിട്ടേണും റിസ്ക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് RC is equal to WRM plus 1 minus W into RF. അതാണ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. സോ RC റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. W എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ ദ റിസ്കി പോർട്ട്ഫോളിയോ. RM എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദ റിസ്കി പോർട്ട്ഫോളിയോ ആണ്. 1 മൈനസ് W എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ റിസ്ക്ലെസ് അസറ്റ് ഇൻ ടു റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. സോ വളരെ സിമ്പിളാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ ദ റിസ്കി അസറ്റ് ഇൻ ടു ദ മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ പ്ലസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ റിസ്ക് ഫ്രീ അസറ്റ് ഇൻ ടു ദ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടും, ആ കമ്പൈൻഡ് പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ കിട്ടും. ഇനി റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ W സിഗ്മ M പ്ലസ് 1 മൈനസ് W ഇൻറ്റു സിഗ്മ F. സോ ഇവിടെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, റിസ്ക് ആയതുകൊണ്ട് തന്നെ റിട്ടേണിന് പകരം ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്.
the proportion of fund invested in the risky asset into the standard deviation of the risky portfolio plus the proportion of funds invested in the risk-free assets into the risk-free standard deviation. സോ ഇതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ കമ്പൈൻഡ് പോർട്ട്ഫോളിയോയുടെ റിസ്ക്കും റിട്ടേണും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So the risk and return of all possible combination of the riskless assets and the risky portfolio may be calculated, and these points lies in the straight line from RF to beta. സോ നമ്മൾ ഓരോ കോമ്പിനേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ റിസ്ക്കും റിട്ടേണും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞു കുറച്ച് എമൗണ്ട് റിസ്ക് ഫ്രീ അസറ്റിലും ഇൻവെസ്റ്റ് ചെയ്യും, കുറച്ച് എമൗണ്ട് നമ്മൾ റിസ്കി പോർട്ട്ഫോളിയോസിലും ഇൻവെസ്റ്റ് ചെയ്യും. സോ നമ്മൾ പല റേഷ്യോസ് വെച്ചിട്ടാണ് ഈ റിട്ടേണും റിസ്ക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ചിലപ്പോൾ 40% റിസ്ക് ഫ്രീ അസറ്റിലും ബാക്കി 60% റിസ്കി അസറ്റിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടായിരിക്കും നമ്മൾ റിട്ടേണും റിസ്ക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് കേസിൽ ചിലപ്പോൾ 75% റിസ്ക്ലെസ്സിലും 25% റിസ്കി ആയിട്ടുള്ളതിലായിരിക്കും. സോ അങ്ങനെ പല കേസസ് വെച്ചിട്ടാണ് നമ്മൾ ഈ റിസ്ക്കും റിട്ടേണും കാൽക്കുലേറ്റ് എന്നിട്ട് ഈ കിട്ടുന്ന വാല്യൂസ് എല്ലാം നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. സോ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആക്ച്വൽ, അതായത് റിസ്കി അസറ്റിൻ്റെ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ആണ് ആ കോൺകേവ് ഷേപ്പിലിരിക്കുന്നത്. അവിടുത്തെ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ ആണ് ബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഗ്രാഫിൽ RF എന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. RF എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റിട്ടേൺ ആണ്, അത് 0 ആണ്, അവിടുത്തെ റിസ്ക് 0 ആണ്. സോ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ് Y ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഈ റിട്ടേണും റിസ്ക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വാല്യൂസ് ഈ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറുന്നത്. ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ ആയ B വരെ എത്തുന്നത് വരെ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിനുശേഷം നമ്മുടെ റിസ്കി പോർട്ട്ഫോളിയോയിൽ നിന്ന് കിട്ടുന്ന റിട്ടേണും റിസ്ക്കും ആയിരിക്കും കാണിക്കുന്നത്. So this is the case of the efficient frontier with riskless lending. So next we will look into the efficient frontier with borrowing and lending. Let us consider borrowing funds by the investor for investing in risky portfolio an amount which is larger than his own funds. സോ ഇവിടെ ഇൻവെസ്റ്റർ ഓൺ ഫണ്ട്സ് അല്ല യൂസ് ചെയ്യുന്നത്, ബോറോ ചെയ്തിട്ടാണ് റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ള ഒരു എമൗണ്ടിനെ കാട്ടി കുറച്ചും കൂടി എമൗണ്ട് ബോറോ ചെയ്തിട്ടാണ് റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ആ കേസിലുള്ള എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇഫ് W ഇസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ കേസസിലും പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിനെ റെപ്രസെൻറ്റ് ചെയ്ത സിമ്പിൾ W ആണ്. സോ ഇഫ് W ഇസ് ഈക്വൽ ടു 1 he is fully committed to risky portfolio. സോ പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1ന് ഈക്വൽ ആണെങ്കിൽ അതിനർത്ഥം ആ ഇൻവെസ്റ്റർ ഫുള്ളി റിസ്കി പോർട്ട്ഫോളിയോയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് if W is lesser than 1, a fraction of the fund is invested in a risky portfolio and the remainder is lent at risk-free rate. സോ ഇപ്പം W ലെസ്സർ ദാൻ 1 ആണെങ്കിൽ ചെറിയൊരു പോർഷൻ മാത്രം റിസ്കി പോർട്ട്ഫോളിയോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കി റിമൈനിങ് പോർഷൻ റിസ്ക് ഫ്രീ അസറ്റിലേക്കാണ് ലെൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇഫ് W is greater than 1, the investor is borrowing at a risk-free rate and investing an larger amount than his own funds in the risky portfolio. സോ ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇൻവെസ്റ്റർ റിസ്ക് ഫ്രീ റേറ്റിൽ അധികം എമൗണ്ട് ബോറോ ചെയ്യുന്നു, എന്നിട്ട് ആ ഒരു എമൗണ്ട് റിസ്കി പോർട്ട്ഫോളിയോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ഇതിനെ നമുക്കൊരു ലിവേർഡ് പോർട്ട്ഫോളിയോ എന്ന് പറയാം. സോ ഇവിടെ ഒരു ഇൻവെസ്റ്റർ ഫുള്ളി ഒരു റിസ്കി പോർട്ട്ഫോളിയോയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ബോറോ ചെയ്യുന്നത് റിസ്ക് ഫ്രീ റേറ്റിലാണ്. സോ റിസ്ക് ഫ്രീ റേറ്റിലുള്ള ഫണ്ട്സ് ബോറോ ചെയ്തിട്ട് അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫണ്ട്സിനെ കാട്ടി കൂടുതൽ എമൗണ്ട് ആക്കി അത് റിസ്കി പോർട്ട്ഫോളിയോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ നമുക്കൊരു ലിവേർഡ് പോർട്ട്ഫോളിയോ എന്ന് പറയാം. അതിൽ റിട്ടേണും റിസ്ക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത്. So the return of a levered portfolio can be calculated using the formula RL is equal to WRM minus W minus 1 into RF. സോ ഇവിടെ സയൻസും ചില സിമ്പിളും നേരത്തെ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൻ്റെ ലെൻഡിങ് കൺസെപ്റ്റിനെ കാട്ടി കുറച്ച് മാറിയിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ നമ്മൾ റിസ്കി പോർട്ട്ഫോളിയോയിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ W ഇൻറ്റു RM എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ ദ റിസ്കി പോർട്ട്ഫോളിയോ ഇൻറ്റു ദ റേറ്റ് ഓഫ് റിട്ടേൺ, മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ, മൈനസ് proportion of fund invested in the risky portfolio minus 1 into the risk-free rate of return. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ W minus 1 ആയിരുന്നു. നേരത്തെ ലെൻഡിങ്ങിൻ്റെ കേസിൽ 1 minus W ആയിരുന്നു. 1 minus W റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ ദ റിസ്ക് ഫ്രീ പോർട്ട്ഫോളിയോ ആണ്. പക്ഷേ ഇവിടെ W minus 1 ആണ്. അതെന്ന് പറയുമ്പോൾ റിസ്കി പോർട്ട്ഫോളിയോയിലുള്ള പ്രൊപ്പോർഷൻ -1 അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്. ആൻഡ് ദ റിസ്ക് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് സിഗ്മ C ഈസ് ഈക്വൽ ടു W സിഗ്മ M.
അതായത് പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ ദ റിസ്കി പോർട്ട്ഫോളിയോ ഇൻറ്റു ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ റിസ്കി പോർട്ട്ഫോളിയോ. സോ ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ലിവേർഡ് പോർട്ട്ഫോളിയോയുടെ റിട്ടേണും റിസ്ക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The return and the risk of the levered portfolio are larger than those of the risky portfolio. The levered portfolio gives increased returns and increased risk. The risk and return of all levered portfolios would lie in a straight line. സോ ഈ ലിവേർഡ് പോർട്ട്ഫോളിയോയിൽ നിന്ന് കിട്ടുന്ന റിട്ടേണും റിസ്ക്കും എന്ന് പറയുന്നത് നമ്മുടെ റിസ്കി പോർട്ട്ഫോളിയോയിലെ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിനെ കാട്ടി വലുതായിരിക്കും. ബിക്കോസ് ഇവിടെ നമ്മൾ അഡീഷണൽ ഫണ്ട് ബോറോ ചെയ്ത് അഡീഷണൽ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അതനുസരിച്ചുള്ള ഒരു റിട്ടേൺ നമുക്ക് കിട്ടും. സോ ദ ലിവേർഡ് പോർട്ട്ഫോളിയോ ഗിവ്സ് ഇൻക്രീസ്ഡ് റിട്ടേൺസ് ആൻഡ് ഇൻക്രീസ്ഡ് റിസ്ക്. ദസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഗിവ്സ് അസ് എ സ്ട്രെയിറ്റ് ലൈൻ ത്രൂ ഔട്ട്. സോ നേരത്തെ ലെൻഡിങ് കൺസെപ്റ്റിൽ ആ ഒരു പകുതി വരെയാണ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ത്രൂ ഔട്ട്. ബോറോയിങ് ലെൻഡിങ് കൺസെപ്റ്റിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഫുള്ളി പോകുന്നത്. അതായത് നമ്മൾ റിസ്ക്കും റിട്ടേണും കാൽക്കുലേറ്റ് ചെയ്ത് പ്ലോട്ട് ചെയ്യുന്ന വാല്യൂസ് ആണ് നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. സോ അതാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. സാധാ രീതിയിലുള്ള എഫിഷ്യൻ്റ് ഫ്രോണ്ടിയർ ആണ് കോൺകേവ് ഷേപ്പിലിരിക്കുന്നത്. ബോറോയിങ്ങും ലെൻഡിങ്ങും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള എഫിഷ്യൻ്റ് ഫ്രോണ്ടിയർ ആണ് ആ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. RFൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബി എന്ന പോർട്ട്ഫോളിയോ കഴിഞ്ഞിട്ടും പോകുന്ന ആ സ്ട്രെയിറ്റ് ലൈനാണ് നമ്മുടെ ബോറോയിങ് ലെൻഡിങ്ങും കൺസെപ്റ്റിലുള്ള എഫിഷ്യൻ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. സോ നമ്മൾ രണ്ട് കൺസെപ്റ്റും നോക്കി. അതായത് ലെൻഡിങ് കേസിലുള്ള എഫിഷ്യൻ്റ് ഫ്രോണ്ടിയറും ബോറോ ചെയ്ത് ലെൻഡ് ചെയ്യുമ്പോഴുള്ള എഫിഷ്യൻ്റ് ഫ്രോണ്ടിയറും നോക്കി. So we can say that the investors who prefer risk aversion will prefer to lend and thus hold a combination of risk-free and risky asset. അതായത് റിസ്ക് അവേർഷൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ, അതായത് റിസ്ക് റെഡ്യൂസ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്നത് ഫസ്റ്റ് കേസ് ആയിരിക്കും. അതായത് ലെൻഡ് ചെയ്തിട്ട് റിസ്ക് ഫ്രീ അസറ്റ്സിൻ്റെയും റിസ്കി അസറ്റ്സിൻ്റെയും ഒരു കോമ്പിനേഷൻ. ആൻഡ് അതേഴ്സ് ഹു പ്രിഫർ ലെസ് റിസ്ക് അവേർഷൻ വിൽ ബോറോ ആൻഡ് ഇൻവെസ്റ്റ് ഇൻ റിസ്കി പോർട്ട്ഫോളിയോ. ഇനി റിസ്ക് അവേർഷൻ വേണ്ട, റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർ ഈ സെക്കൻഡ് കൺസെപ്റ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് ബോറോ ചെയ്ത് ലെൻഡ് ചെയ്യും. ദ ബോറോ അറ്റ് എ റിസ്ക് ഫ്രീ റേറ്റ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ റിസ്കി പോർട്ട്ഫോളിയോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ടു കൺസെപ്റ്റ്, ദാറ്റ് ഈസ് ദ concept of lending and the concept of borrowing and lending for the construction of a portfolio. Next we will look into some of the major limitations of capital asset pricing model. First one is that although CAPM focuses attention on market related risk, total risk is more relevant and both the type of risk appear to be positively related to returns. സോ CAPM മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മാർക്കറ്റ് റിലേറ്റഡ് റിസ്ക് ആണ്, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. പക്ഷേ ടോട്ടൽ റിസ്ക് ആണ് ആക്ച്വലി മോർ റിലവൻറ്റ് എന്ന് പറയുന്നത്. ഒരു സെക്യൂരിറ്റിയുടെ റിട്ടേൺ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ബോത്ത് ടൈപ്പ് ഓഫ് റിസ്ക്, അതായത് സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും കൺസിഡർ ചെയ്തിട്ട് വേണം റിട്ടേണും കാൽക്കുലേറ്റ് ചെയ്യാൻ. പക്ഷേ ഇവിടെ CAPM മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രമാണ്. So that is the first limitation. The second one is empirical evidence shown that there is a positive relationship between systematic risk and realized returns beside the relation between risk and return behavior. സോ പല ടെസ്റ്റുകളും കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് റിസ്ക്കും റിയലൈസ്ഡ് റിട്ടേണും തമ്മിലൊരു പോസിറ്റീവ് റിലേഷനാണ്. റിസ്കിൻ്റെയും റിട്ടേണിൻ്റെയും ബിഹേവിയറിൻ്റെ ആ റിലേഷൻ ഉപരിയായിട്ട് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് സിസ്റ്റമാറ്റിക് റിസ്ക്കും റിയലൈസ്ഡ് റിട്ടേണും തമ്മിൽ. സോ റിസ്കിൻ്റെയും റിട്ടേണിൻ്റെയും റിലേഷൻ ലീനിയർ ആണെങ്കിൽ പോലും അതിനെക്കാട്ടി ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് സിസ്റ്റമാറ്റിക് റിസ്ക്കും റിയലൈസ്ഡ് റിട്ടേണും തമ്മിൽ. അത് അടുത്തൊരു മേജർ ലിമിറ്റേഷൻ ആണ്. നെക്സ്റ്റ്, ദ അനാലിസിസ് ഓഫ് SML is also not applicable to the bond analysis, although bonds are a part of the portfolio of investors. സോ SML എന്ന് പറയുന്നത് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനാണ്. അത് നമ്മൾ വരുന്ന കൺസെപ്റ്റിൽ ഡിസ്കസ് ചെയ്യും. ഈ CAPM മോഡലിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത്. സോ അത് ബോണ്ട് അനാലിസിസിന് ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. ബോണ്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു അസറ്റാണ്. എന്നിരുന്നാലും SMLൻ്റെ കൺസെപ്റ്റ് നമുക്ക് ബോണ്ട് അനാലിസിസിന് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു മേജർ ലിമിറ്റേഷൻ ആണ്. ബിക്കോസ് ബോണ്ടിൻ്റെ റിസ്ക്കും റിട്ടേണും കാൽക്കുലേഷൻ എന്ന് പറയുന്നത് സാധാ സെക്യൂരിറ്റീസിനെ കാട്ടി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് ബോണ്ടിൻ്റെ കാൽക്കുലേഷൻ. സോ ദ നോൺ ആപ്ലിക്കബിലിറ്റി ഓഫ് SML ഇൻ ദ ബോണ്ട് അനാലിസിസ് ഇസ് അനദർ മേജർ ലിമിറ്റേഷൻ ഓഫ് CAPM. ദ നെക്സ്റ്റ് ഇസ് the conceptual clarity of CAPM is broken by the less practical nature of this model and the complexity and the difficulty of dealing with the beta values.
സോ പ്രാക്ടിക്കലി വളരെ ഒരു കൺസെപ്റ്റൽ ക്ലാരിറ്റി ഇല്ലാത്തൊരു കൺസെപ്റ്റാണ് CAPM എന്ന് പറയുന്നത്. തിയറിറ്റിക്കലി നമ്മൾ പറയുമ്പോൾ വലിയ ക്ലാരിറ്റിയാണ്, കറക്റ്റായിട്ട് മനസ്സിലാവും. പക്ഷേ പ്രാക്ടിക്കലി നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ ഇത്തിരി കോംപ്ലക്സ് ആണ്. സോ അതിനൊരു ക്ലാരിറ്റി കുറവുണ്ട്. ബീറ്റ വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഒക്കെ ഒരു ഇച്ചിരി കോംപ്ലക്സും ഡിഫിക്കൽട്ടും ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ clarity is broken. And the last limitation is that fact that beta may not reflect the total risk of the security is another major limitation of CAPM. സോ ബീറ്റ എന്ന് പറയുന്നത് ടോട്ടൽ റിസ്ക് റിഫ്ലക്റ്റ് ചെയ്യില്ല, അത് സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രമാണ് എഫക്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റിയുടെ റിട്ടേൺ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ റിട്ടേൺ നമ്മൾ റിസ്ക്കും കൺസിഡർ ചെയ്യണം. ബട്ട് ഇവിടെ CAPM മോഡൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബീറ്റ, അത് സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ that is another major limitation of CAPM. So in this session we discussed the concept of efficient frontier of lending and borrowing and lending, and the construction of portfolios using two concepts. We also discussed some of the major limitations of capital asset pricing model. Hope all are clear with the topic. Thank you.